ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ മാൾസ് ടോക്ക്. സോ ഗൈസ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണ്? ഹൂ നോസ് ഹൂ ബെറ്റർ. അതെ ഗൈസ്, നമ്മൾ ഫസ്റ്റ് ടൈം ആണല്ലേ നമ്മൾ രണ്ടിനും കൂടി നമ്മളൊരു കളർ ചാലഞ്ച് ചെയ്തത്. പക്ഷെ അത് ഷോർട്ട്സ് ആയിരുന്നു. സോ നമുക്ക് ഇന്ന് ഒരു ഭയങ്കര എക്സൈറ്റിംഗ് ആയിരിക്കും. നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ രണ്ട് നോട്ടിലായിട്ട് പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദി വീഡിയോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആരെ ചോദിക്കുന്നത്? ഞാൻ ചോദിക്കണം. ഓക്കെ എനിക്കിപ്പോ ഒരു കൊണ്ടുവരാൻ പോകും. ഇപ്പൊ എനിക്കൊരു സാധനം ഇങ്ങനെ ഭയങ്കര അങ്ങനെ ഈ സാധനം ആവണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. എന്തോ ഒരു സാധനം. അതെന്താ? യൂട്യൂബർ, ക്രിയേറ്റർ. ശരിയാ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശരിയാണേ. ഒരു മാർക്ക്. എന്റെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. എന്റെ കംഫർട്ടബിൾ ടൈപ്പ് ഓഫ് കോസ്റ്റ്യൂം. ഫേവറേറ്റ് അല്ല, എന്റെ കംഫർട്ടബിൾ. ഇതാണ് എന്റെ കംഫർട്ടബിൾ കോസ്റ്റ്യൂം. എങ്ങനെ വീട്ടിലിരുന്നാണോ അതോ അല്ല, ഇപ്പൊ ഞാൻ ട്രാവൽ ചെയ്യാണ് അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും പെട്ടെന്ന് പോകും, കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന കോസ്റ്റ്യൂം. ഇതുപോലത്തെ ടോപ്സും ജീൻസും അല്ല? അതെ, എനിക്കൊരു പോയിന്റ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. 3 things that is on my vision board. എന്റെ 2026 വിഷൻ ബോർഡിലുള്ള 3 കാര്യങ്ങൾ. നമ്മൾ ഒരുമിച്ചിരുന്ന വിഷൻ ബോർഡൊക്കെ ഉണ്ടാക്കി കേട്ടോ. നല്ലോണം പഠിക്കണം. യൂട്യൂബ് റിലേറ്റഡ് പ്ലേ ബട്ടൺ കിട്ടണം. പിന്നെ മൂന്നാമത്തെ പൈസ സേവ് ചെയ്യണം. അല്ല, അതുണ്ടല്ലോ. എനിക്ക് 2 points. Okay, 2 points. My favorite veg food. Non veg അല്ല, വെജ് ഫുഡ്. പനീർ. സിമ്പിൾ ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കും നല്ല കോംപ്ലിക്കേറ്റഡ് ആക്കി. ഇത് വേണ്ട. ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഇപ്പൊ ഒരു സിനിമയിൽ മെയിൻ ക്യാരക്ടർ ആയിട്ട് അഭിനയിക്കാന്ന് വിചാരിക്കും. അത് ഏത് ജേണർ ആയിരിക്കും? കോമഡി. ശരിയാ, കോമഡി. ഞാൻ ചോദിക്കട്ടെ. എനിക്ക് സഹിക്കാൻ പറ്റില്ല. ചോദിക്കട്ടെ. എനിക്ക് ആദ്യമായിട്ട് ഒരു അവാർഡോ ഒരു മെഡലോ കിട്ടില്ലേ, അത് എത്രാം ക്ലാസ്സിൽ വെച്ച്? അറിയണം. പിന്നെ അവാർഡോ മെഡലോ ഞാൻ പറയാം. നീ മറ്റേ പാട്ടിന് പോയിട്ട് എന്തോ ഇതാക്കിയിട്ടില്ല, അതല്ലായിരുന്നോ? അതുമല്ലേ, എനിക്കതറിയില്ല. ഞാൻ നടക്കാറില്ലേ. ഞാൻ പറയാം, ഒരു സെക്കൻഡ് സ്റ്റാൻഡേർഡ്. റോങ് ആണ്. 6th standard. ഒരു അവാർഡും മെഡലൊക്കെ, പാട്ടൊക്കെ പാടാൻ പറ്റും. പെൻസിൽ, ചോക്കി അതൊക്കെ ഒരു സമ്മാനം തന്നെയല്ലേ. നിനക്ക് എന്താ കിട്ടിയത്? ഒരു മെഡല്. ഏത്? മറ്റേ അടിച്ചടി കിട്ടിയാ പറയുന്നോ? അതോ കളിയാക്കി പറയില്ല. അയ്യോ, കോമഡി. ഞാനല്ലേ, ഞാൻ നിനക്ക് കാണിച്ചു കേട്ടോ. എന്റെ നല്ല ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്റെ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ഞാൻ ഒരാഴ്ച മുഴുവൻ ഒരു വേർഡേ സംസാരിക്കുമെങ്കിൽ ആ വേർഡ് എന്തായിരിക്കും? അതെന്ത് ക്വസ്റ്റ്യൻ? നീ നമ്മള് ഒരു വേർഡാണ് എനിക്ക് ഒരാഴ്ച ഫുൾ സംസാരിക്കാൻ പറ്റുള്ളൂ. എന്തിനോട് ആര് ചോദിച്ചാലും ഞാൻ ആ ഒരു വേർഡ് തിരിച്ചറിയാൻ പറ്റും. നമ്മള് എന്തായിരിക്കും? ഞാൻ ഒന്ന് പോയേ, അല്ലെങ്കിൽ അമ്മ അല്ലാതെ അതൊക്കെ എന്ത് ക്വസ്റ്റ്യൻ? ഓക്കെ പറയൂ. ഞാൻ ഓക്കെ എന്തിന് നമുക്ക് ഓക്കെ റിപ്ലൈ ആക്കാം. ഓക്കെ, ടുഡേ ഈസ് ദ ഡേ. Give me 1000 rupees. ഓക്കെ.
It's not fair. Yeah, it's not fair. Okay, Right? വേറെ ചോദിക്കാം. അങ്ങനത്തെ question ചോദിച്ചോ. ഒരു കാര്യം ആലോചിച്ചാ സ്റ്റിൽ എനിക്ക് ട്രോമയാവും. ഏതോ ഒരു കാര്യം ആലോചിച്ചാ സ്റ്റിൽ എനിക്ക് ട്രോമ. അതുകൂടെ പറഞ്ഞോട്ടെ. അമൃതയിലെ കുറച്ച് ഫ്രണ്ട്ഷിപ്പ്. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ടിരിക്കുന്നത്. വെരി സിമ്പിൾ. ഇവിടെ ബിഹൈൻഡ് ദി ക്യാമറ ഭയങ്കര കോമഡി ആട്ടോ. അപ്പു കുട്ടാണ് ഇവിടെ ഉള്ളത് guys. അതുകൊണ്ടാണ് കോമഡി ആവുന്നത്. ഇനി എന്റെ സിമ്പിൾ ക്വസ്റ്റ്യന് എന്റെ എനി ഓഫ് 5 ബെസ്റ്റ് ഫ്രണ്ട്സ് ഇങ്ങനെ കോളേജ് സ്കൂൾ അങ്ങനെ വരാം. ആര്യേച്ചി അല്ല അമേച്ചി ഇവിടുത്തെ, പിന്നെ അവിടുത്തെ ആര്യേച്ചി, ഹിബേച്ചി, പിന്നെ അബിയേച്ചി, എന്താ അയ്യോ മാളുചേച്ചി, താത്തിച്ചേച്ചി, കുഞ്ചേച്ചി പെട്ടെന്ന് അങ്ങനെ കേട്ടോ. അയ്യോ അപ്പൊ മാളുചേച്ചിയും താത്തിച്ചേച്ചിയും കുഞ്ചേച്ചിയും ഉണ്ട് കേട്ടോ. പിന്നെ അവരൊക്കെ ഉള്ളു. താച്ചു ചേച്ചി. ഓക്കെ ഫൈൻ. 5 പേരുടെ പറയുന്നുണ്ട്. എനിക്ക് സോ നെക്സ്റ്റ് ഈ ഞാൻ ഇപ്പം എന്റെ ഫോണിൽ 3 ആപ്പ് വെച്ചിട്ട് ബാക്കി എല്ലാ ആപ്പും ഡിലീറ്റ് ആക്കണം. അപ്പൊ ഞാൻ ആ വെച്ചേക്കുന്ന 3 ആപ്പ് ഏതൊക്കെ? യൂട്യൂബ് സ്റ്റുഡിയോ. നമുക്ക് ബാക്കി പറയാം. യൂട്യൂബ്, വാട്സപ്പ്, കോള്, യൂട്യൂബ് വെക്കും. ഏതല്ല യൂട്യൂബ് ഓക്കെ, വാട്സപ്പ് മാർക്ക്, യൂട്യൂബ്, ഇൻഷോട്ട്, ക്യാമറ, ഇതായിരിക്കും ഞാൻ വെക്കുക. ഓക്കെ ഇൻഷോട്ട് ഒക്കെയാണ് നീ വെക്കുക. നീ യൂട്യൂബിൽ തന്നെ എഡിറ്റ് ചെയ്യുന്നത്. ലോങ് വീഡിയോ. ഓക്കെ. വൺ ഹാബിറ്റ് ഓഫ് മൈൻഡ് ദാറ്റ് അനോയിങ് മീ ദ മോസ്റ്റ്. എന്റെ ഒരു ഹാബിറ്റ് എനിക്ക് തന്നെ ഓവർ തിങ്കിങ്. ഹാബിറ്റ് അല്ലേ? ഓവർ തിങ്കിങ് അല്ല. പിന്നെ കുറെ ഓപ്ഷൻ കൊടുക്കാൻ പറ്റുന്നില്ല. നീ എന്താ യൂട്യൂബ്, വാട്സപ്പ്, കോൾ എത്ര പറഞ്ഞു അല്ലേ? അയ്യോ ഒറ്റ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയാം വേറെന്താന്നല്ലേ. ഇന്നലെ രാത്രി ഞാൻ പറയാം, രാത്രി കിടക്കുന്നതിന് മുമ്പ് ഫോൺ നോക്കുന്ന അതൊക്കെ എങ്ങനെ എനിക്കറിയുന്നത്? എല്ലാവർക്കും അറിയാം. ഇഷ്ടമല്ലാത്ത ക്യാരക്ടറോ? എനിക്ക് എന്നെ തന്നെ എനിക്കറിയില്ല. അതെനിക്ക് ഇഷ്ടമല്ല. ഞാൻ എപ്പോഴും പെട്ടെന്ന് എനിക്ക് അറിയും. എനിക്ക് എത്ര മാർക്കൊന്നുമില്ല. അയ്യോ ഇത് എന്റെ എല്ലാം ഭയങ്കര ഈസി ക്വസ്റ്റ്യൻസ് ആണ്. നിന്റെ പോലെ അല്ല. എന്റെ ഫോണില് മോസ്റ്റ് യൂസ്ഡ് മൊബൈൽ ആപ്പ് ഏതാ? യൂട്യൂബ്. മോസ്റ്റ് യൂസ്ഡ് ഞാൻ ഇപ്പൊ ഉപയോഗിക്കുന്നില്ല. ആ ഫോണിൽ മൊത്തത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഉപയോഗിച്ച ഒരു മൊബൈൽ ആപ്പ്. നീ എപ്പോഴും യൂട്യൂബിൽ വീഡിയോ കാണുമല്ലേ മാളു? എന്റെ ഫോണിന്റെ സെറ്റിംഗ്സ് നമുക്ക് അറിയാൻ പറ്റുമോ? അത് ഞാൻ നോക്കുവേ. യൂട്യൂബ് അല്ലേ ഏറ്റവും കൂടുതൽ നീ കണ്ടത്? കണ്ടതല്ല, പിന്നെ ഞാൻ ഈ ഫോണിൽ മോട്ടോ വാങ്ങിയിട്ട് ഞാൻ ഈ ഫോണിൽ ഏറ്റവും കൂടുതൽ ഏത് ആപ്പാണ് യൂസ് ചെയ്തത്? ഏത് ആപ്പ്? യൂട്യൂബ് ആയിരിക്കണമെന്നില്ല. റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം ആയിരിക്കണമെന്നില്ല. തുപ്പുമുളകുന്നു. അതിലെപ്പോഴും യൂട്യൂബ് കാണുന്നത്. ഇതല്ലെങ്കിൽ എന്തോ തെറ്റാ. ഞാൻ സമ്മതിക്കില്ല. യൂട്യൂബ് ആണ് സത്യം അല്ലേ? യൂട്യൂബ് അല്ലേ സത്യം? യൂട്യൂബ്. വെറുതെ മാർക്ക് ഇടുന്നുണ്ടോ എനിക്ക് സംശയം. ഞാൻ ഇപ്പൊ സ്ട്രെസ്ഡ് ആയിട്ട് ഇരിക്കുക വിചാരിക്കും. അപ്പൊ ഞാൻ ഫസ്റ്റ് എന്താ ചെയ്യാ? ഇങ്ങനെ സ്ട്രെസ് ആയിട്ട് ഇരിക്കുക. ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യും? അരയും. അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് തലയിലേക്ക് കുറച്ചല്ല, നല്ല കറക്റ്റാ. പിന്നെ ഇത് നിനക്ക് എന്തായാലും കിട്ടുമെങ്കിൽ അറിയില്ല. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. വാട്ട് വാസ് ദി ലാസ്റ്റ് തിങ് ഐ ഓർഡേർഡ് ഓൺലൈൻ വഴി ഞാൻ വാങ്ങിച്ച ലാസ്റ്റ്? ജേർണൽ ചെയ്യാനുള്ള അതില്ല, ഇന്നലെ ഞാൻ രാത്രി ഇല്ല പറഞ്ഞത് അത് അല്ലേ? എനിക്കെല്ലാം ശരിയാണോ? ഞാൻ ശരിയാവുന്നല്ല ശ്രദ്ധിക്കുന്നത്. ഞാൻ ചെയ്യട്ടെ.
എനിക്ക് എന്റെ ലൈഫിൽ ഇനി ആകെ ഒറ്റ ഫുഡേ കഴിക്കാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ എന്തെങ്കിലും കഴിക്കാം. സിമ്പിൾ ആട്ടോ. മന്തി ഈസി കൊടുത്തതാണ്. എന്താ ഞാൻ എന്താണ് എപ്പോഴും ഈ കാര്യം ഞാൻ എപ്പോഴും മറന്നു. എപ്പോഴും മീൻസ് എപ്പോഴും. എങ്ങനെ ഒരു കാര്യം നീ എപ്പോഴും ഈ ഒരു കാര്യം ഞാൻ എപ്പോഴും മറന്നു. പഠിക്കാൻ. അല്ല എനിക്ക് മൈക്ക് തിരിച്ചത് ടു ക്ലീൻ ദി മെസ്സ്. ഞാൻ ഒരിക്കലും വൃത്തിയാക്കില്ലല്ലോ. ചെയ്യാത്തതാ. ഞാൻ മറന്നു. ശരിക്കും ഞാൻ ചെയ്ത് തുടങ്ങുമ്പോ വിചാരിക്കും ചെയ്ത് കഴിയുമ്പോ ഇത് കൊണ്ട് മൈക്ക് ഓഫ് ആയി പോയില്ല. കൊണ്ടുവെക്കണം എന്ന്. പക്ഷെ ഒരിക്കലും ഞാൻ കൊണ്ടാക്കില്ല. ഒരിക്കലും ചെയ്യാറില്ല. ഇനി നീ പക്ഷെ പറ്റില്ല. ഞാൻ അതാ പഠിക്കുന്ന കുട്ടി. എനിക്കിപ്പോ ഒരു ഫ്രീ ഡേ കിട്ടി വിചാരിക്കും. ഒരു പ്ലാൻ ഒന്നും ഒരു ഫ്രീ ഡേ. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ ഏറ്റവും ഇഷ്ടം? ഞാൻ പറയാം, മൂവി കണ്ടോണ്ട് എന്നെ വെറുതെ പറഞ്ഞെടുപ്പിക്കാൻ. അല്ല അല്ല അതല്ല പറഞ്ഞാൽ ഞാൻ അടി തെറ്റിട്ടാണ്. എനിക്കിഷ്ടം പുറത്തൊക്കെ പോയി ഷോപ്പൊക്കെ ചെയ്യാം. പുറത്ത് പോയി നമുക്ക് ഒട്ടും ഇഷ്ടമല്ല. നിങ്ങളെ വിളിച്ച പറയും തണുപ്പാണ്. ഞാൻ വീട്ടില്ലാടി. ഇത് നമ്മള് ഭയങ്കര കള്ളക്കളി. ഞാൻ ചോദിക്കട്ടെ എന്നാ. എന്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞല്ലോ. എന്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇല്ല ഞാന് ഒരു വ്ലോഗ് തുടങ്ങുമ്പോ എന്താ പറയല്? ലൈക്ക് ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അതെ. അല്ല ഞാൻ എന്താ പറയുന്നത്? ഹലോ ഗൈസ് അങ്ങനെ പറയാറ്. ഹലോ ഗൈസ് മടക്കത്തിൽ എന്താ പറയാ? ഹലോ ഗൈസ് അത് പിന്നെ അല്ല അങ്ങനെ ഞാൻ തുടക്കത്തിൽ എന്താ ഇൻട്രോ ആയിട്ട് ഞാൻ എന്താ പറയുന്നത് ചോദിച്ചത്. തുടക്കവും ഇൻട്രോയും സെയിം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മാളൂസ് ടോക്ക്. അയ്യോ ശരിയാ. എവിടെ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ മാളൂസ് ടോക്സ്. ഞാൻ അല്ലല്ല തെറ്റേ പറഞ്ഞത്. ഓക്കെ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഞാൻ യൂട്യൂബ് ചാനൽ പറഞ്ഞില്ല. ഇവർക്ക് ഫുൾ മാർക്ക് ഇട്ട് തോന്നുന്നു. എനിക്ക് കുറെ അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ഫുൾ ഒന്നും കൂടി ചോദിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പൊ തല ഫുൾ പുറത്തായിരുന്നു. അത് കുഴപ്പമില്ല. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്റെ ടഫ് ക്വസ്റ്റ്യൻ ആണ്. ഇതെന്തായാലും ആള് ആൻസർ ചെയ്യില്ല. എന്റെ ബർത്ത്ഡേ എപ്പോഴാന്ന് അറിയാലോ? എപ്പോഴാ? ജൂലൈ 15. അതല്ല ക്വസ്റ്റ്യൻ. എന്റെ ബർത്ത് ടൈം, ഞാൻ ഏത് സമയത്താണ് ജനിച്ചത്? 9:30. അമ്മമ്മക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് 9:30. റോങ് ആൻസർ. റോങ് ആൻസർ. സംതിങ് അമ്മമ്മക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നേ. റോങ് ആൻസർ. ഞാൻ 5:10 ജനിച്ചത്. ഞാൻ പറയട്ടെ, ഞാൻ ജനിച്ച സമയം അതാണ് 9:30. ആണോ? അല്ല 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 ഞാൻ 10:10 ജനിച്ചത്. ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ വെറുതെ വെച്ചില്ല. എന്റെ ക്വസ്റ്റ്യൻ വേറെ ഉണ്ട് ഇവിടെ. ഞാൻ വാട്ട്സ് ദി ലാസ്റ്റ് തിങ് ദാറ്റ് ഐ സേവ്ഡ് ഇൻ മൈ ഗാലറി? എന്റെ ഗാലറി നിങ്ങൾക്ക് അറിയണല്ലോ അല്ലേ? അറിയില്ല. ഇന്നലെ ഇവര് മഴയത്ത് കളിക്കാൻ പോയപ്പം എടുത്ത ഒരു ഫോട്ടോ. തെറ്റിത്തരാം. ഞാൻ ലാസ്റ്റ് ആയിട്ട് സേവ് ചെയ്തത് ഈ എടുക്കുന്ന വ്ളോഗിന്റെ തമ്മില് നമ്മൾ രണ്ടും ഒരുമിച്ചിരുന്നാണ് നമ്മളെ തമ്മിൽ ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻ എക്സ്ട്രാ വേണം പറഞ്ഞില്ലേ? ഒരു 5 മിനിറ്റ് ക്വസ്റ്റ്യൻ വേറെ. എനിക്ക് വേറെ ക്വസ്റ്റ്യൻ കിട്ടുന്നതാണ്. ഇതന്നെ ചോദിക്കാം. വാട്ട്സ് വൺ തിങ് ഐ ഡു ദാറ്റ് ഓൾവേസ് മേക്സ് യു ലവ്? ഞാൻ പറയാം. ലൈക്ക് ഇവള് ഇപ്പൊ ഒരു പാട്ടെടുക്കും.
എന്തെങ്കിലും പാട്ട് ഒരു നോർമൽ പാട്ട് ഇപ്പത്തെ ട്രെൻഡിങ് പാട്ട് എടുക്കും. എനിക്ക് ഇവളില്ലാത്ത കുറെ വൃത്തികെട്ട കാര്യങ്ങളായാലും വൃത്തികെട്ട കാര്യം മീൻസ് നോട്ട് അറ്റ് ഓൾ ദാറ്റ് ഇങ്ങനെ കോമഡി ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ കുത്തിക്കയറ്റി ഒരു പുതിയ പാരഡി ഇറക്കിയിട്ട് അതിങ്ങനെ പാടിക്കൊണ്ട് നടക്കും. അത് നമ്മൾ ഭയങ്കര ഇങ്ങനെ ആരുടെങ്കിൽ അടി ഉണ്ടെങ്കിൽ സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുമ്പോഴേക്കും ഇങ്ങനെ വരും. അപ്പൊ ഭയങ്കര ഇതാ അതാണ് സോ നമുക്ക് മാർക്ക് പറയാം. എനിക്ക് എത്ര മാർക്ക് ഉണ്ട്? എനിക്ക് കൊറേ തെറ്റി, നല്ലോണം തെറ്റി. ഇവളിങ്ങനെ പൊട്ട ക്വസ്റ്റ്യനാ. എനിക്ക് എത്രയാ? 1 10 7 മാർക്ക്. അവള് ജയിച്ചു. ഞാൻ എവിടെയൊക്കെ തെറ്റിയേ നോക്കട്ടെ. ഇവള് ഫുൾ കള്ളകളിയാണ്. ഇതെന്താ അതൊക്കെ ഞാൻ ഇങ്ങനെ അറിയാതെ ഇവള് ജനിച്ചപ്പോ ഞാൻ പരലോകത്തായിരുന്നു. ഇതെന്താ അതൊക്കെ ഭയങ്കര വെറുതെ ഇതിനെനിക്ക് മാർക്ക് തരണം. വാട്സ് ദി തിങ് ഒക്കെ നിക്ക് നോക്കട്ടെ. ഹാബിറ്റ് ഇതെന്താ? സെൻസിറ്റീവ് ഓവർ തിങ്ക് ഒക്കെ. ഓക്കെ ഗായ്സ്, ഇതാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം ക്യാഷ് പ്രൈസ് തരാം. അപ്പുറത്തെ പൈസ കൊടുക്കുന്നുണ്ടോ? കേട്ടില്ല, ഒറ്റത്തി പറയണോ? കിട്ടില്ല എന്നാട്ടോ പറഞ്ഞത്. കിട്ടിക്കും. ഓക്കെ ഗായ്സ്, സോ ഇതാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോ കമന്റ് ആക്കാം. സോ അടുത്ത ഡിഗ്രിയും ലവ് യു. ബൈ.